പാർട്ടി ഓഫീസിനെ വീടായി കരുതിയിരുന്ന CPM മുതിർന്ന നേതാവ് എ പത്മനാഭൻ നാട്ടുകാരുടെ പപ്പേട്ടൻ വിട പറഞ്ഞിട്ട് നാളേക്ക് 2 ആണ്ട് തികയുകയാണ്. പപ്പേട്ടന്റെ വേർപാട് ഇന്നും നികത്താനാവാത്ത അവസ്ഥയിൽ അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തെടുക്കുകയാണ് അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയും മുതിർന്ന CPM നേതാവുമായ KM മൊയ്തു. ഒരുമിച്ചിരുന്നുള്ള ഊണും ഒപ്പമിരുന്നുള്ള പാർട്ടിയുടെ വളർച്ചയും പപ്പേട്ടൻ എന്ന ആദരണീയനായ നേതാവിന് മാത്രമുള്ള കഴിവായിരുന്നുവെന്ന് KM മൊയ്തു പറയുന്നു. ആ ബന്ധം ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്തതാണ്. എൻ്റെ കുടുംബത്തേക്കാൾ ഉപരി അതോടൊപ്പം തന്നെ സ്നേഹിക്കപ്പെടുന്ന ഒരു കുടുംബമാണ് ഞാൻ. പപ്പേട്ടൻ്റെ ഏറ്റവും അതിലുള്ള ഒരു വിശ്വസ്തത, ഒരാളായിട്ടുള്ള വിശ്വസ്തത ഉണ്ടല്ലോ. എനിക്ക് പല സമയത്തും ഞാൻ അന്നത്തെ എൻ്റെ ചെറുപ്പത്തിൽ തെറ്റിലേക്ക് മാറുന്ന അവസരത്തിൽ പോലും മോനെ അങ്ങനെ ചെയ്യരുത്, നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്, അധ്വാനിക്കുന്നവൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി. ആ കാര്യത്തിൽ മാതൃകയാക്കാൻ കഴിയുന്ന ഒരാളാണ് പപ്പേട്ടൻ. പപ്പേട്ടൻ്റെ ഒരു 6 പതിറ്റാണ്ട് കാലഘട്ടത്തിൽ എൻ്റെ അനുഭവത്തിൽ ഒരാളെയും ചതിച്ചിട്ടില്ല. വിശ്വസിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നിശ്ചയദാർഢ്യമുള്ള ഒരു സഖാവാണ് പപ്പേട്ടൻ. ഞാൻ, പപ്പേട്ടൻ, KS ശങ്കരൻ, KK വേലുകുട്ടി, KPN നമ്പീശൻ ഒരു നിലയ്ക്ക് ഞങ്ങൾ വേർപിരിയുകയോ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാകുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത്രയും ആത്മാർത്ഥമായിട്ട്. അപ്പം പപ്പേട്ടൻ പ്രായമായി 75 വയസ്സ് കഴിഞ്ഞപ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറി. പിന്നെ കൊല്ലങ്ങളോളാണ് ഇവിടെ ഞങ്ങൾ ഒരുമിച്ചിരിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. അത് പപ്പേട്ടൻ്റെ വണ്ടിയിലും ചിലപ്പോൾ കുട്ടൻ്റെ അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചു വന്ന് സുഖമായി കഴിച്ച് അങ്ങനെ വൈകുന്നേരം പപ്പേട്ടൻ പോയി ഞങ്ങൾ വീണ്ടും പോയി. അത്രയും ആത്മാർത്ഥത ആയി പ്രവർത്തിച്ച ആ കാലഘട്ടം അത് സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞപ്പോൾ കർഷക തൊഴിലാളികളിലൊക്കെ ജീവിത നിലവാരം ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിയതിന് ഉജ്ജ്വലമായ സമരങ്ങൾ തന്നെയായിരുന്നു. ആ സമരത്തിൽ ഒരു വിശ്വാസവഞ്ചന, തരകൻ്റെ വോട്ട് കമ്പനി സമരമായിരുന്നാലും ആ തൊഴിലാളികളെ സംരക്ഷിക്കുന്ന കാര്യത്തിലായിരുന്നാലും, ഒന്നാം കല്ലിൽ വോട്ട് കമ്പനി സമരത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും, പിന്നെ നമ്മൾ താലൂക്ക് ഓഫീസുകളിലൊക്കെ ഇതിലൊക്കെ എല്ലാ കാര്യത്തിലും ഒപ്പുണ്ടാവും. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗം, കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ ദീർഘകാലം നേതൃത്വത്തിൽ പ്രവർത്തിച്ച എ പത്മനാഭൻ തലപ്പിള്ളി താലൂക്കിലും ജില്ലയിലും കമ്മ്യൂണിസ്റ്റ് കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് പ്രമുഖമായ പങ്ക് വഹിച്ചു. വടക്കാഞ്ചേരിയിലും സമീപ പ്രദേശങ്ങളിലുമായി തുടരുന്ന ചെറുതും വലുതുമായ സമരത്തിന് അദ്ദേഹം നേതൃത്വം കൊടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടി ഓഫീസിനെ വീടായി കണക്കാക്കിയിരുന്ന പപ്പേട്ടൻ രാവിലെ കിട്ടിയ ബസ്സിൽ കയറി വടക്കാഞ്ചേരിയിലെ പാർട്ടി ഓഫീസിലേക്കെത്തും. നേരം ഇരുട്ടും വരെ പാർട്ടി ഓഫീസിലെ മുഴുവൻ സമയ പ്രവർത്തകനായി പ്രവർത്തിക്കും. വൈകിട്ടാണ് അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് പോവുക. വടക്കാഞ്ചേരിയിൽ നിന്ന് നിലനിൽക്കുന്ന പാർട്ടി ഓഫീസും സ്ഥലവുമെല്ലാം പപ്പേട്ടൻ്റെയും KSൻ്റെയും പേരിലുള്ളതാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കഴിയേണ്ടി വന്ന പപ്പേട്ടന് സ്വന്തം അമ്മ മരിച്ചപ്പോഴും മൃതദേഹം ഒന്ന് കാണാൻ കൂടി കഴിഞ്ഞില്ലെന്ന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ പറഞ്ഞു. പപ്പേട്ടൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ഒരു നിശ്ചിത സമയപരിധി പാർട്ടി നിശ്ചയിച്ചിട്ടുള്ളൂ. അപ്പോൾ 74 വയസ്സ് കഴിഞ്ഞപ്പോൾ പപ്പേട്ടൻ വടക്കാഞ്ചേരി AC അംഗമായി. പിന്നെ അടുത്ത സമ്മേളനത്തിൽ പാർട്ടി വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റിയിൽ അംഗമായി. പപ്പേട്ടൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുന്ന സമയത്തും കാലത്ത് 9 മണിക്ക് പാർട്ടി ഓഫീസിൽ വന്നിട്ടാണ് പപ്പേട്ടൻ തൃശ്ശൂർക്ക് വാഹനത്തിൽ പോവുക. അവസാന ഘട്ടത്തിൽ പപ്പേട്ടൻ വടക്കാഞ്ചേരി ആഫീസിൽ കാലത്ത് വന്ന് വൈകുന്നേരം വരെ പാർട്ടി ഓഫീസിൽ
ഉണ്ടാവുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാവാറ്. കാലത്ത് വന്ന് പത്രങ്ങളൊക്കെ തന്നെ വായിച്ചു കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം വരെ പാർട്ടി ഓഫീസിൽ വരുന്ന ആളുകളുമായി ചർച്ച ചെയ്യാനും കാര്യങ്ങളിൽ ഇടപെടാനും അതോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ തരാനും പപ്പേട്ടന് അന്ന് കഴിഞ്ഞിട്ടുണ്ട്. പപ്പേട്ടൻ്റെ പേരിലാണ് ഈ പാർട്ടി ഓഫീസ്. പപ്പേട്ടൻ്റെ KS-ൻ്റെയും പേരിലാണ് ഈ പാർട്ടി ഓഫീസ്. അപ്പോൾ പപ്പേട്ടൻ്റെയും KS-ൻ്റെയും പേരിലുള്ള പാർട്ടി ഓഫീസ് അന്ന് തൊഴിലാളി യൂണിയൻ്റെ ഭാരവാഹി എന്ന രീതിയിലാണ് പപ്പേട്ടൻ്റെ പേരിൽ അന്ന് എഴുതിയത്. പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു അന്ന് KS. ഈ സ്ഥലം പാർട്ടി വാങ്ങുമ്പോൾ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. പപ്പേട്ടൻ തൊഴിലാളി യൂണിയൻ്റെ ഭാരവാഹി കൂടിയായിരുന്നു, മധ്യ വ്യവസായ തൊഴിലാളി എന്ന രീതിയിൽ. അങ്ങനെയാണ് അവരുടെ പേരിൽ ഈ സ്ഥലം വാങ്ങിയത്. ഇപ്പോഴും ഈ 2 പേരുടെ പേരിൽ തന്നെയാണ് ഈ ആഫീസിൻ്റെ ആധാരമുള്ളത്. പപ്പേട്ടന്റെ വേർപാട് നികത്താൻ കഴിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് മുന്നോട്ടുള്ള പ്രവർത്തനവുമായി പ്രവർത്തിക്കുകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പപ്പേട്ടന് പകരം വയ്ക്കാൻ പകരക്കാരനില്ല. അദ്ദേഹത്തിന്റെ ഓരോ വാക്കും പ്രവൃത്തിയും പുതിയ തലമുറയ്ക്ക് കൂടി ഗുണം ചെയ്യുന്നതാണെന്നും PN സുരേന്ദ്രൻ പറഞ്ഞു. പപ്പേട്ടൻ 1976 സഖാവ് MK കൃഷ്ണൻ മരിക്ക RSS കൊലപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ സമയത്ത് പപ്പേട്ടൻ ഏരിയ സെക്രട്ടറിയുടെ ചുമതല പ്രത്യേകമായിട്ട് ചുമതല കൊടുത്ത് പ്രവർത്തിച്ചു. അപ്പോൾ പപ്പേട്ടൻ എല്ലാ സമരങ്ങളിലും വടക്കാഞ്ചേരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സമരങ്ങളിലും പപ്പേട്ടനായിരുന്നു നേതൃത്വം. അപ്പോൾ പപ്പേട്ടനറിയാത്ത ആളുകൾ വടക്കാഞ്ചേരിയിൽ വളരെ കുറവാണ്. അടിയന്തരാവസ്ഥ കാലത്ത് പപ്പേട്ടൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. ആ ജയിലിൽ കിടക്കുന്ന സമയത്താണ് പപ്പേട്ടൻ്റെ അമ്മ മരിക്കുന്നത്. അമ്മ മരിച്ച് അമ്മയെ കാണാൻ പോകണം എന്ന് പറഞ്ഞിട്ട് പോലും പപ്പേട്ടന് പരോൾ അനുവദിക്കാൻ അന്നത്തെ ജയിൽ ഭരണാധികാരികൾ തയ്യാറാവാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം മരിച്ച അമ്മയെ പപ്പേട്ടന് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതിന് ശേഷമാണ് പപ്പേട്ടന് പരോൾ അനുവദിക്കാനും അപ്പോഴേക്കും പപ്പേട്ടൻ്റെ നമ്മുടെ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പപ്പേട്ടൻ യഥാർത്ഥത്തിൽ പറഞ്ഞ വടക്കാഞ്ചേരി നമ്മുടെ ആഫീസിൻ്റെ ഒരു കാവലാളാണ്. ഏത് സമയത്തും ഏത് നേരത്തും പപ്പേട്ടൻ വടക്കാഞ്ചേരി ഏരിയ കേന്ദ്രത്തിലുണ്ടാവും. പപ്പേട്ടൻ്റെ കുറവ് നമുക്ക് നികത്താനാവാത്തതാണ്, നികത്താൻ വേണ്ടി കഴിയില്ല. അപ്പം അങ്ങനെ നമ്മുടെ പാർട്ടി ഓഫീസ് ഏത് നേരത്തും എപ്പോഴും വന്ന് ജനങ്ങൾക്ക് കാണാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം പപ്പേട്ടനുള്ള സമയത്ത് നല്ലതുപോലെ ഉണ്ടായിട്ടുണ്ട്. ആ അവസ്ഥ ഇനി ഉണ്ടാവില്ല. എന്തായാലും ആ കുറവുകളൊക്കെ തന്നെ നികത്താൻ പപ്പേട്ടൻ്റെ പിൻഗാമികൾ എന്ന രീതിയിലുള്ള ശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വടക്കാഞ്ചേരി പപ്പേട്ടൻ്റെ ഏരിയ കേന്ദ്രത്തിൽ 6 പഞ്ചായത്തുകളാണ്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം 4 പഞ്ചായത്തുകളാണുള്ളത്. ഇതിൽ എല്ലാ പഞ്ചായത്തുകളും വേലൂർ മാത്രമാണ് ഇപ്പോൾ ഈക്വലായിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി ഏരിയയിൽ ഇടതുപക്ഷത്തിനാണ്, ഇങ്ങനെ പ്രതിസന്ധിയുള്ള കാലഘട്ടത്തിലും ഇടതുപക്ഷത്തിനാണ് മുൻകൈ ലഭിച്ചിട്ടുള്ളത്. വേലൂർ ഗ്രാമപഞ്ചായത്തിൽ മാത്രമാണ് ഈക്വലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ജനകീയ സ്വാധീനത്തിൻ്റെ കാര്യത്തിൽ പപ്പേട്ടൻ ഉയർത്തിപ്പിടിച്ച ഇടപെടൽ, ജനകീയ പിന്തുണ ഇപ്പോഴും ഞങ്ങൾക്ക് നിലനിർത്താൻ വേണ്ടി കഴിയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഞങ്ങൾ നടത്തുന്നുണ്ട്. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, BVOC, മെഡിക്കൽ ആപ്പ്, നഴ്സിംഗ് ഡിപ്ലോമ, പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ
ടയേഴ്സിന് മുകളിൽ. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.